അദ്ദേഹം പറഞ്ഞ വാദം നിങ്ങൾക്ക് കാണാം. ആ വാദം നോക്കൂ നിങ്ങൾ. CM മടവൂര് മുദബ്ബിറുൽ ആലമാണ്, അതിലും മേലെയാണെന്ന കാന്തപുരം സംസ്ഥയുടെ വാദം ശിർക്കും കുഫറുമാകുന്നു. ഇതാണ് അദ്ദേഹം ഉന്നയിച്ച ഒന്നാമത്തെ വാദം. നോക്കൂ നിങ്ങൾ, ഇദ്ദേഹത്തിന്റെ ഒരു അധപ്പതനം എത്രമാത്രമാണ്. ഇങ്ങനെ ഒരു വാദം ഞങ്ങൾക്കില്ലേ മൗലവി? നമുക്കില്ലാത്ത ഒരു വാദം നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കാം, എന്നിട്ട് സംവാദത്തിന് വിളിക്കാം. ഇങ്ങനെ ഇവിടെ ഞങ്ങൾ സുന്നത്തി ജമാഅത്തിന്റെ ഏത് പ്രാമാണികമായ രേഖയിലാണ് ഇങ്ങനെ ഒരു വാദം ഞങ്ങൾക്കുള്ളതായി തെളിയിക്കാൻ പറ്റുന്നത്? അനസിനെ വെല്ലുവിളിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയോ അതുപോലെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെയോ ആധികാരികമായ ഏത് രേഖയിലാണ് ഇങ്ങനെ ഒരു വാദം ഞങ്ങൾക്കുള്ളതായിട്ട് ഉള്ളത്? അതിന് വെല്ലുവിളിച്ചത് സമയം കളയണ്ട. ഞങ്ങളത് വാദപ്രതിവാദത്തിൽ തെളിയിക്കാന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾ അത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ വാദം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞൊഴിഞ്ഞു പോയാൽ എങ്ങനെ ശരിയാവുക? അതെങ്ങനെ ശരിയാവുക? അതുകൊണ്ട് തന്നെ നിങ്ങൾ വാദപ്രതിവാദത്തിന് വരാൻ നിങ്ങൾക്ക് ഞങ്ങൾ എഴുതിയ വാദമുണ്ട് എന്ന് ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് ഇപ്പൊ തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. വരണോ സംവാദത്തിന്, അവിടെ ഞങ്ങൾ തെളിയിച്ചിരുന്നു പറഞ്ഞാൽ മറുപടിയാണ്. പക്ഷേ നിങ്ങളിങ്ങനെ കണ്ണിൽ പൊടിയിട്ട് ഊരിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഞങ്ങൾ എണ്ണി വെച്ചിട്ടുണ്ട്. എന്നാൽ ഒന്ന് മാത്രം ഇപ്പോൾ കാണിക്കാം. ഇത് എന്റെ കയ്യിലുള്ളത് അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മടവൂരി എന്നാണ്. ഞാൻ ഈ വാദം എഴുതുമ്പോ അതിനെ അവലംബിച്ചത് ഈ പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകമാണ് ഞാൻ അതിനുവേണ്ടി അവലംബിച്ചിട്ടുള്ളത്, നിങ്ങളുടെ വാദമായി എഴുതാൻ അവലംബിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങളുടെ ഔദ്യോഗികമാണ് എന്നെങ്ങനെ കാണണം, എങ്ങനെ തെളിയിക്കണം? ദാ ഇതിന്റെ മൂന്നാമത്തെ പേജ്, ഈ മൂന്നാമത്തെ പേജ് വളരെ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ മൂന്നാമത്തെ പേജിൽ കാണാം തഖ്രീറു സുൽത്താനിൽ ഉലമ ഫളീലത്തു ശൈഖ് അബൂബക്കർ അഹ്മദ് അൽ മലൈബാരി. ആളെ തിരിയോ? ഔദ്യോഗികമാണോ? ഈ സമസ്ത ഔദ്യോഗിക സമസ്തയിൽ നിന്ന് പിളർത്തി അത് വേറൊരു സമസ്തയാക്കി മാറ്റി. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ എന്റെ പ്രസംഗത്തിലും അല്ലാത്ത പ്രസംഗങ്ങളിലും ഒക്കെ പറയുന്നത് പോലെ മുടി മുതൽ, അതുപോലെ തന്നെ പൊടി മുതൽ, അതുപോലെ തന്നെ കോട്ട് മുതൽ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്ത് ഈ സമൂഹത്തിന്റെ മുന്നിൽ എല്ലാ നിലക്കും ഈ സമൂഹത്തെ ചന്തയായി പ്രഖ്യാപിച്ച് കേവലം ദീനിനെ കച്ചവടച്ചരക്കാക്കിയ ഷെയ്ഖ്, നിങ്ങളുടെ ഷെയ്ഖ്, നിങ്ങൾ ബഹുമാനിക്കുന്ന ഷെയ്ഖ് അഥവാ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം എഴുതി കൊടുത്ത തഖ്രീറാണ്. ആ തഖ്രീർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദീ സകാ നഫ്സൽ ഔലിയാ എന്ന് പറഞ്ഞ നുഫൂസൽ ഔലിയാ എന്ന് പറഞ്ഞ തുടങ്ങുന്നത്. അവിടെ ബിസ്മി പറഞ്ഞ് ഹംദ് പറഞ്ഞ് സലാമുൻ ചൊല്ലി എന്നിട്ട് അമ്മാ ബഅദ് പറഞ്ഞിട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയാണ് ഫഖദ് ഖറഅതു ഹാദിഹി സുഫഹാത്ത് المباركة في مدح سيدي وشيخ القطب الرباني رئيس الزاهدين محمد أبو بكر المدبوري قدس الله تعالى سره العزيز الذي كان من كبار أولياء كيرلا في أوائل هذا القرن الهجري എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഞാനിത് വായിച്ചു, എനിക്കിത് ബോധ്യപ്പെട്ടു. ഇത് വായിച്ചു എന്ന് മാത്രമല്ല, ഇത് മദ്ഹാണ്. ആരെക്കുറിച്ചുള്ള മദ്ഹാണ്? എന്റെ സയ്യിദായ, എന്റെ ശൈഖായ, ഖുതുബായ, അതുപോലെ റയീസുൽ സാഹിദീനായ മുഹമ്മദ് അബൂബക്കർ അൽ മടവൂരി എന്ന് പറഞ്ഞാൽ CM മടവൂര്, അദ്ദേഹത്തിന്റെ മദ്ഹാണ്. സിറഹുൽ അസീസ് ഒക്കെ പറഞ്ഞ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് അല്ലദീ കാന മിൻ കിബാരി ഔലിയാ കേരള, കേരളത്തിലെ വമ്പൻ ഔലിയാക്കളിൽപ്പെട്ടയാളാണ് എന്നൊക്കെ പറഞ്ഞ് തഖ്രീർ എഴുതിയിട്ട് അദ്ദേഹം പറയുന്നു തജ്ദുറു അൻ തുഖറഅ ഫിൽ ബുയൂതി വൽ മജാലിസി. ഈ പറയുന്ന ഈ അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മടവൂരി എന്നത് നിങ്ങളുടെ വീടുകളിൽ വായിക്കണം, മജ്ലിസുകളിൽ വായിക്കണം. ഇതിന്റെ എല്ലാ ബറക്കത്തും അതുവഴി നിങ്ങൾക്ക് കിട്ടും, ഇതിന്റെ എല്ലാവിധ റഹ്മത്തും അതുവഴി കിട്ടും. അങ്ങനെ ഇതാ അബൂബക്കർ മുസ്ലിയാർ തഖ്രീർ എഴുതി കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്നു ഞാനിത് വായിച്ച് ബോധ്യപ്പെട്ടതാണ്. അല്ലാതെ വെറുതെ എന്തെങ്കിലും പണ്ട് പേരോട് പറഞ്ഞതുപോലെ അവതാരിക എഴുതി കൊടുക്കുമ്പോ ആരെങ്കിലും അത് വായിച്ചു നോക്കിയിട്ടാണ് അവതാരി എഴുതി കൊടുക്കുക. ഒരു ബുക്കിംഗ് കൊണ്ടുവന്നാൽ ഒരു അവതാരി ഇങ്ങോട്ട് എഴുതി കൊടുക്കല്ലേ എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഞാനിത് വായിച്ചു ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ തുടങ്ങുന്നത് ഫഖദ് ഖറഅതു, വെറും ഖറഅതു അല്ല, ഫഖദ് ഖറഅതു. ഒരു നിലക്ക് നിഷേധിക്കാൻ കഴിയാത്ത തഅക്കീദൊക്കെ ഇട്ട് ശക്തിപ്പെടുത്തി ഉറപ്പിച്ചു പറയാണ് ഉറപ്പായും ഞാനിത് വായിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ എഴുതിയിട്ട് അതിന്റെ ചുവട്ടിൽ ഫളീലത്തു ശൈഖ് അബൂബക്കർ അഹ്മദ് അൽ മലൈബാരി ഹഫിളഹുല്ലാഹു തആല അൽ അമീനുൽ ആം ലി ജംഇയ്യത്തി ഉലമാ അഹ്ലി സുന്ന വൽ ജമാഅ ബിഉമൂമിൽ ഹിന്ദ്, കേരള പോലും അല്ല, അഖിലേന്ത്യാ സെക്രട്ടറിയായ ജമിയത്തുൽ ഉലമയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായ അബൂബക്കർ മുസ്ലിയാർ 2012 19-ാം തീയതി 5-ാം മാസത്തില് എഴുതി ഒപ്പിട്ട് കൊടുത്തു. ആ രേഖയാണ് നിങ്ങൾ കാണുന്നത്. എന്ന് മാത്രമല്ല, ഇതിലാ രേഖപ്പെടുത്തിയത് അബൂബക്കർ മുസ്ലിയാർ വായിച്ച് തഖ്രീർ ചെയ്ത ഈ പുസ്തകത്തിലാ പറഞ്ഞത്. നിങ്ങളുടെ ഔദ്യോഗിക രേഖയായി തന്നെ വായിക്കാൻ കഴിയുന്നിടത്താ പറഞ്ഞത് ഖാല ലീ മുദർരിസുൻ എന്നോടൊരു മുദർരിസ് പറഞ്ഞു
കാന യഅതി അൽ ഗൗസ കതീറൻ ലിൽ ഇസ്തിമാൻ. അദ്ദേഹം ഈ സി എം മടവൂരിൽ നിന്ന് ഒരുപാട് സഹായം കിട്ടിയ ആളാണ്. അങ്ങനെയുള്ള എന്റെ മുദരിസ് പറഞ്ഞു, എന്നോടൊരു മുദരിസ് പറഞ്ഞു. എന്താ മുദരിസ് പറഞ്ഞത്? ഖാലലഹു, ആ മുദരിസ് സി എം മടവൂരിനോട് പറഞ്ഞു, അന അഖൂലു അൻക, ഞാൻ നിങ്ങളെ കുറിച്ച് പറയുന്നത് ഖുതുബുൽ അഖ്താബി വ മുദബ്ബിറുൽ ആലം. കണ്ടോ, എവിടുന്നാ വായിക്കേണ്ടത്? എന്താ നിങ്ങൾക്ക് കിട്ടേണ്ടത്? ഔദ്യോഗിക രേഖയല്ലേ? ആ ഔദ്യോഗിക രേഖയിൽ കാണുന്നു അന അഖൂലു അൻക, ഓ സി എം മടവൂരെ, ഞാൻ നിങ്ങളോട് പറയുന്നു ഖുതുബുൽ അഖ്താബ്, നിങ്ങളെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം നിങ്ങൾ ഖുതുബുൽ അഖ്താബ് ആണ് എന്നാണ്. മാത്രമല്ല വ മുദബ്ബിറുൽ ആലം, ഫമുദബ്ബിറുൽ ആലം, നിങ്ങൾ മുദബ്ബിറുൽ ആലമാണ് എന്നാണ്. ആ സന്ദർഭത്തിൽ അതിനെ വിസമ്മതിക്കുകയാണോ മടവൂർ ചെയ്തത്? അല്ല. ഫഅബാൻ, അദ്ദേഹം ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി വിശദീകരിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ വിശദീകരിച്ചത്? ഫൽമദുഹു യഖുസുറു അംബുലൂഗിൽ മഖ്സുദി, ഞാനതൊന്നും അല്ല, അതുക്കും മേലെയാണ്. ഞങ്ങൾ വാദത്തിൽ എഴുതിയ വാചകം അതാണ്. സി എം മടവൂര് മുദബ്ബിറുൽ ആലം മാത്രമല്ല, അതുക്കും മേലെയാണ് എന്ന കാന്തപുരം സമസ്തയുടെ വാദമെന്ന് ഞങ്ങൾ കയ്യിൽ നിന്നിട്ട് എഴുതിയതല്ല. ഞങ്ങൾക്കറിയാം, ഒരു സംവാദത്തിന് വാദം എഴുതുമ്പോ നിങ്ങൾക്ക് ആ വാദമുണ്ടെന്ന് പറയുമ്പോ സ്വാഭാവികമായും മറുഭാഗത്ത് വരുന്നയാൾ ചോദിക്കും, എവിടെ മൗലവി ഞങ്ങൾക്ക് ആ വാദമുണ്ട് എന്നുള്ളതിന് തെളിവ്? അത് നോക്കാതെയും പറയാതെയും ഞങ്ങളൊരു വാദം എഴുതും എന്ന് വിചാരിച്ചത് അസീസ് സഖാഫി ആണെങ്കിൽ അസീസ് സഖാഫിക്ക് വാദപ്രതിവാദത്തിന്റെ ബാലപാഠം പോലും അറിയില്ല. എന്നിട്ടല്ലേ നൗഷാദ് അസരിയുടെ നട്ടല്? മനസ്സിലാക്കണം, നിങ്ങൾ നൗഷാദ് അസരിയുടെ നട്ടലില്ല എന്ന് പറഞ്ഞല്ലേ ചാടി ഇറങ്ങി വന്നത്. ആ സംഘടനയിൽ ഇപ്പോഴത്തെ അവസ്ഥ ആ ഒരു പരിതാപാവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ചാടി എഴുന്നേറ്റ് വന്നത്. എന്നാൽ നിങ്ങൾക്ക് സംവാദത്തിന്റെ ബാലപാഠം പോലും അറിയില്ല, ഞങ്ങളെക്കുറിച്ചൊരു ധാരണയും നിങ്ങൾക്കില്ല എന്ന് നിങ്ങളുടെ ഈ വിശദീകരണത്തിലൂടെ മനസ്സിലായി. നിങ്ങൾ പറയാം ഞങ്ങൾക്ക് ആ വാദം ഉണ്ടെന്ന് തെളിയിക്കും മൗലവി. നിങ്ങൾക്ക് ആ വാദമില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദമുണ്ട് എന്ന് എഴുതി വാദപ്രതിവാദത്തിന് ഞങ്ങൾ വരില്ല കൂട്ടരെ. ഞങ്ങൾ ഇതൊക്കെ തപ്പിപ്പെറുക്കി പരിശോധിച്ച് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് എഴുതിയിട്ട് നിൽക്കുക. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇത് കേട്ടപ്പോ മടവൂര് അത് വ്യക്തമാക്കി കൊടുത്ത് ഫൽമദുഹു യഖ്സുറു അംബുലൂഗിൽ മഖ്സുദി എന്ന് പറയുക മാത്രമല്ല, വതബസ്സമ ബിബയാൻ, കണ്ടോ, വതബസ്സമ ബിബയാൻ. കാന്തപുരം തഖ്രീർ എഴുതിയ അൽ മൗലിദുൻ നൂരി ലിൽ ഗൗത്തിൽ മടവൂരി എന്ന് പറയുന്ന ഈ കിതാബിലാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോ നിങ്ങൾ അതേ മുദബ്ബിറുൽ ആലമാണ് ഖുതുബുൽ അഖ്താബാണെന്ന് കേട്ടപ്പോ ഫതബസ്സമ ബിബയാൻ, അർത്ഥഗർഭമായി അദ്ദേഹം ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു അതുക്കും മേലെയാണ്. മനസ്സിലാക്കണം, ഇത് നിങ്ങളുടെ വാദമല്ലെന്ന്, ഞങ്ങൾക്ക് ഈ വാദം അറിയില്ലെന്ന്. ആരാണ് ഔദ്യോഗികമായ വാദം പറഞ്ഞതെന്ന്, ആരാണ് ആ വാദമുള്ളത് എന്ന്. അതുകൊണ്ടാ മുദബ്ബിറുൽ ആലം എഴുതിയപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ആ മുദബ്ബിറുൽ ആലം എന്നല്ലാതെ അതിന്റെ പരിഭാഷ പോലും ഞങ്ങൾ വാദത്തിൽ എഴുതിയിട്ടില്ല. മുദബ്ബിറുൽ ആലത്തിന് മലയാളം ഉണ്ടാവുമല്ലോ, ആ മലയാളം പോലും ഞങ്ങളുടെ വാദത്തിൽ എഴുതിയിട്ടില്ല. ഞങ്ങൾ അളന്ന് കുറിച്ചെഴുതിയതാണ്. ഞങ്ങൾക്ക് അതൊക്കെ വരാനുണ്ട്, നിങ്ങളെ സംവാദത്തിലിട്ട് കറക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അളന്ന് കുറിച്ചാ എഴുതിയത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ മുദബ്ബിറുൽ ആലം നാട്ടുകാർക്ക് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് അതിന്റെ അർത്ഥം എഴുതാലോ. ഞങ്ങൾ അർത്ഥം പോലും എഴുതിയിട്ടില്ല. അതാ പറഞ്ഞത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത് അളന്ന് കുറിച്ചു തന്നെ എഴുതിയ വ്യവസ്ഥയാണ്. നിങ്ങളുടെ കൊരക്കിനാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ഹൽക്കിനാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെ പിടച്ചിൽ കാണുമ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും ഇത് ആദർശ വിഷയമാണ്, ഇത് തൗഹീദിന്റെ വിഷയമാണ്, ഇത് ഉമ്മത്തിന്റെ വിഷയമാണ്, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളാം.